we are the first one to have actually women police officers. Varnam is always a great thing for us actually. കേരളത്തിൽ ഞാൻ 93 ആദ്യം ഇവിടെ ട്രെയിനിങ് സമയത്ത് വന്നപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ലൈഫ് ഈസ് സ്മാൾ വെരി ഷോർട്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൂടെ സന്തോഷമായിട്ടിരിക്കുന്നതാണ്. I tell my colleagues also always maintain the cool and calm and have the smile. Never, your smile should never go. അച്ഛനക്ക് എങ്ങനെ ആ ദിവ്യദൃഷ്ടി എനിക്ക് അറിയത്തില്ല. പക്ഷെ അതൊരു ഇൻസ്പിറേഷൻ. നിങ്ങളുടെ ഗ്രാമത്തിൽ ആ സമയത്തിൽ അത്രയധികം എന്താണ് ഒരു അവയർനെസ്സും ഇല്ല. തിങ്ക് ഗുഡ്, ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. നിറഞ്ഞ ചിരി, ഹൃദയം നിറയെ സ്നേഹം, ദയ, കരുണ, അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ. സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോൾ സ്നേഹം നിറഞ്ഞ ഗൃഹനാഥൻ. ഇനി പോലീസ് സേനയുടെ തലപ്പത്തേക്ക് വരുമ്പോഴും നിശ്ചയദാർഢ്യത്തോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ മുന്നോട്ട് പോകുന്ന ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. എല്ലാം കൂടിയാണ് ശ്രീ രവാഡ എ ചന്ദ്രശേഖർ IPS, നമ്മുടെ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി. ഗോപിക, നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്. ഹാപ്പിയാണ്, പ്രൗഡാണ് സാറിന് മുന്നിൽ ഇരിക്കാൻ പറ്റിയത്. ഒരു ഇന്റർവ്യൂ കൂടി ഗോപികയ്ക്ക് ഉണ്ട് സാറിനെ കുറിച്ച് പറയാം. 1991 IPS കിട്ടി സർവീസ് തുടങ്ങി. പിന്നെ സേനയിലും കേന്ദ്ര നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയിലും തലപ്പത്ത് ഒരുപാട് നാളെ സേവനം അനുഷ്ഠിച്ച് അതിനുശേഷം ഇന്ന് കേരള പോലീസിന്റെ അമരത്തിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയാണ് സാർ. ഒരിക്കൽ കൂടി സ്വാഗതം സാർ. എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം സാർ. ഇതൊരു ഓണക്കാലമാണ്. ഈ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച്, ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് ഇന്നൊരു വലിയൊരു ആവേശം നിറയ്ക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഞങ്ങൾ സാറിന് മുമ്പിലിരിക്കുന്നത്. കേരളത്തിലെ വനിതാ പോലീസുകാർക്ക് ഒരു വലിയൊരു സേവനം തന്നെ, ഒരു സൗകര്യം തന്നെ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര സ്ത്രീകൾക്കാണ്, എത്ര കുടുംബങ്ങൾക്കാണ് അതിന്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. അവർക്ക് കാക്കി സൽവാർ, ഈ പ്രഗ്നൻസി പീരീഡ്, ഈ മെറ്റേണിറ്റി, ഇതൊക്കെ ഒരു വലിയൊരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. അപ്പോൾ ഒരു കുടുംബനാഥൻ കൂടിയാണ്. ഈ സമയത്ത് ചിലപ്പോൾ അമ്മയെ ഓർക്കുന്നുണ്ടാവാം, ഭാര്യയെ ഓർക്കുന്നുണ്ടാവാം, വരാൻ പോകുന്ന മകളെ ഓർക്കുന്നുണ്ടാവാം. കേരളത്തിലെ പോലീസ് സേന നമ്മുടെ ഈ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന, സാറിനെ സംബന്ധിച്ച് അവരൊക്കെ കുട്ടികളാണ്, ഈ ഒരു ഓണ സമ്മാനം, ഈ ഒരു ഓണ സമ്മാനമാണ്. അതിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആക്ച്വലി നമ്മുടെ നമുക്ക് കേരളത്തിലെ ഒരു വുമൻ ബറ്റാലിയൻ ഉണ്ട്. പിന്നെ വി ആർ ദ ഫസ്റ്റ് വൺ ടു ഹാവ് ആക്ച്വലി വുമൻ പോലീസ് ഓഫീസേഴ്സ്. പിന്നീട് ഇതിൻ്റെ എണ്ണം നമുക്ക് അധികം കൂട്ടാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു പരിഗണന ഉണ്ട് എണ്ണം കൂട്ടാൻ വേണ്ടി വുമൻ പോലീസിൻ്റെ അംഗം കൂടെ ഉണ്ട്. പിന്നെ അവരുടെ സർവീസ് കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഈ പ്രഗ്നൻസി റിലേറ്റഡിൽ ഡ്രസ് കോഡ് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ സംസാരമുണ്ടായിരുന്നു. ഞങ്ങൾ വുമൻ ഓഫീസേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിഫോമും അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യം സ്ത്രീകളെന്നായാലും നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഒരു അതെ, സ്ത്രീകൾക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയായിരുന്നു. പ്രത്യേകിച്ചും ഈ ഓണക്കാലത്ത് ഒരു ഓണസമ്മാനം എന്ന് തന്നെ അത് നമ്മൾ വീണ്ടും പറയുകയാണ് സാർ. ഇനി നമുക്ക് ഓണത്തിലേക്ക് തന്നെ വരാം സാർ. ഇപ്പൊ സാറ് കേരളത്തിൽ വന്നതിന് ശേഷമുള്ള മൂന്നാമത്തെ ഓണം. ആദ്യം സാറിന് കണ്ണൂർ വന്നപ്പോൾ ആദ്യത്തെ ഓണം, അതിനുശേഷം DGP ആയതിനു ശേഷമുള്ള രണ്ടാമത്തെ ഓണം, ഇപ്പോൾ മൂന്നാമത്തെ ഓണം. ഇപ്പൊ ഫാമിലി, ഈ ഒരു ഓണം നാട്ടിലായിരിക്കുമ്പോൾ സാർ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇത് കാർഷിക സമൃദ്ധിയുടെ നന്മയാണ് നമ്മുടെ ഓണം. അവിടെയും സാറിന് അതുപോലുള്ള ഒത്തിരി ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്. അപ്പൊ അതും സംക്രാന്തിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവലാണ് ആന്ധ്രാപ്രദേശിൽ. പിന്നെ ഞങ്ങളും കൂടെ അത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നതാണ്. ഞാനും എൻ്റെ ഫാമിലി മുഴുവൻ, എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഗ്യാദർ അറ്റ് വൺ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഗ്യാദർ ചെയ്യും ഞങ്ങളെല്ലാവരും ഒരാളുടെ വീട്ടിലെ. അത് അവിടെ ബാക്കി കുടുംബം വലിയ തേർഡ് ജനറേഷൻ ആയതുകൊണ്ട് 10-50 പേര് ഒന്നിച്ച് ഇരിക്കും. അവിടുത്തെ 3 days ജനറലി വി സ്പെൻഡ് ടുഗദർ. അതിൻ്റെ ഒരു ആഘോഷം സംക്രാന്തിയിലേക്ക്. അതുപോലെ ഓൾസോ ആന്ധ്രയിലെ ബാക്കി ഫെസ്റ്റിവൽസ് ഓൾസോ ദേ സെലിബ്രേറ്റ് ഇൻ വെരി റിലീജിയസ് മാനർ ആൻഡ് ഓൾസോ ലോട്ട് ഓഫ് ഫൺ ആൻഡ് ഫ്ലോളിക്ക് ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മാസം ശ്രാവണ മാസം തുടങ്ങാൻ പോകുന്നതാണ്. ചിങ്ങം എടുത്തുമ്പോൾ ശ്രാവണ മാസം തുടങ്ങാൻ പോകുന്ന ശ്രാവണ മാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫസ്റ്റ് വരലക്ഷ്മി വ്രതം, ദെൻ ഗണേഷ് പൂജ, പിന്നെ അതിനുശേഷം നമ്മുടെ എന്താണ് നവരാത്രി, അതിനുശേഷം ദീപാവലി, ദെൻ കാർത്തിക മാസം ഫുൾ മന്ത് വെരി ഒരു പയാസായിട്ടുള്ള ഒരു മന്താണ്. പിന്നെ അതിനുശേഷം സംക്രാന്തി.
After that, we have a lot of other festivals like that. ഇപ്പൊ കേരളത്തിൽ വന്നതിന് ശേഷം കുറെ നാളായില്ലേ കേരളത്തിൽ എത്തിയതിനു ശേഷം? ഓണം എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേക ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ ഓണം സമയത്ത്? Onam is always a great thing for us actually. കേരളത്തിൽ ഞാൻ 93 ആദ്യം ഇവിടെ ട്രെയിനിങ് സമയത്ത് വന്നപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈവൻ ദോ ഞാൻ 16 വർഷം സെൻട്രൽ ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ തന്നെ എപ്പോഴും കൂടെ വാനത്തിന് മിസ് ആവാറില്ല. ഇത് നമ്മുടെ തീർച്ചയായിട്ടും ഇത് എനിക്ക് എൻ്റെ ഓഫീസേഴ്സ് ആയിട്ട് ഇതും ബാക്കി ഫ്രണ്ട്സ് ആയിട്ട് നല്ല കണക്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തോട്ടും ഇവിടെ വന്നപ്പോഴും തന്നെ നമ്മുടെ ക്യാമ്പിൽ തന്നെ ആഘോഷവും വീട്ടിലും ആഘോഷവും പിന്നെ പോലീസ് ക്യാമ്പുകളിലും പോലീസ് ഓരോരോ ഓഫീസിലും കൂടെ ഞങ്ങളുടെ ഓഫീസിലേക്ക് എടുക്കുമ്പോൾ വി ആർ ഓൾസോ ഗോയിങ് ടു ഹാവ് എ ഗുഡ് സെലിബ്രേഷൻ ഹിയർ. അതുപോലെ തന്നെ നമ്മുടെ AR ക്യാമ്പിലും SAP ബറ്റാലിയനിലും നമ്മുടെ ഐ തിങ്ക് വി ആർ ഫുള്ളി ഐഡന്റിഫൈഡ് വിത്ത് ഓണം. അതിന്റെ കൾച്ചറും ആ സെലിബ്രേഷൻസ് ആയിട്ട് ഇത് ഫുള്ളി ഐഡന്റിഫൈഡ്. കേരള സദ്യ ഇഷ്ടമാണ് സർ? നല്ല കഴിക്കും ആക്ച്വലി. പായസം ഐ ലൈക്ക് സ്വീറ്റ്സ്. പായസം ഏത് പായസമാണ് സർ? ഐ ലൈക്ക് അടപ്പായസം. സാറേ വേറൊരു കാര്യം, ഈ സാധാരണ പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവരൊക്കെ എപ്പോഴും ഗൗരവക്കാരായി കാണും. നമുക്കിപ്പോൾ ചിത്രങ്ങൾ തന്നെ നോക്കാം, കുറെ പേരൊക്കെ ഗൗരവക്കാരാണ്, കുറച്ച് പേരൊക്കെ ചിരിക്കുന്നുണ്ട്. പക്ഷെ സാറിന്റെ ഒരു ഹൈലൈറ്റ് എപ്പോ കണ്ടാലും ഈ ഒരു ചിരിയാണ്. ഇത് എങ്ങനെ ചിരിക്കാൻ പറ്റും? ചിരി മാത്രമല്ല നല്ല കൈൻഡാണ് ആള്, അത് കേട്ടിട്ടുണ്ട് ഞാൻ. Thank you, ma'am. I don't know. I always feel that life is small, very short. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൂടെ സന്തോഷമായിട്ടിരിക്കുന്നതാണ്. സന്തോഷത്തിന്റെ ആദ്യം ഭാഗം ചിരി തന്നെ. ആൻഡ് സ്മൈൽ ഈസ് കണ്ടേജിയസ്. ഇപ്പം താങ്കൾ ചിരിക്കാനൊക്കെ ചിലപ്പോൾ ഞാൻ കൂടെ ഉടൻ തന്നെ ഒരു റെസ്പോൺസ് വരാൻ പോകുന്നത് ചിരിയായിട്ട് തന്നെ തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകർ പറയാറുണ്ട് ഇക്കാര്യത്തിന്, ഏത് സാഹചര്യത്തിലാണെങ്കിൽ തന്നെ നമ്മൾ ഒരു പ്രസന്നവധനമായിട്ട് ഒരു ചിരിയായിട്ട് പോകുവാണെങ്കിൽ ഒരു പകുതി പ്രോബ്ലം അവിടെ തന്നെ നമുക്ക് സോൾവ് ആയി അറ്റ്ലീസ്റ്റ് സോൾവ് ആവാനുണ്ട് തുടക്കം കൊടുക്കാൻ പോകുന്നതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു മസിൽ പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഒരു നമ്മൾ ടെൻസ് ആക്കുകയാണെങ്കിൽ ബാക്കി മുഴുവൻ സിറ്റുവേഷനും ടെൻസ് ആവും. പിന്നെ ആ സമയത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഡെസിഷൻസും കൂടെ ചിലപ്പം ഒരു കളർഡായി പോകും. അതുകൊണ്ട് നമ്മൾ എത്ര കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും എളുപ്പമായിട്ട് തന്നെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം പോലീസിൽ എവറി സെക്കൻഡ് യു ഫേസ് ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനും അത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ അല്ലെങ്കിലും ക്രൈം ആണെങ്കിലും ജനങ്ങളായിട്ടുള്ള ഒരു ഡീലിങ്സ് ഇൻട്രാക്ഷനിൽ കൂടെ ഒത്തിരി നമുക്ക് ഐ തിങ്ക് ഫ്രം അവർ സൈഡ് ഇഫ് വി മെയിൻറ്റെയിൻ ദിസ് തിങ് ഐ ഡോണ്ട് നോ വൈ ഐ ഡു ഇറ്റ് ബട്ട് ചിലപ്പോൾ ഇറ്റ് മേ ബി ദിസ് തിങ് വെരി ബട്ട് ഐ വുഡ് ലൈക്ക് ഐ ടെൽ മൈ കലീഗ്സ് ഓൾസോ always maintain the cool and calm and have the smile. Your smile should never go, whatever may be the സാഹചര്യം. why should I lose my smile? എൻ്റെ സന്തോഷം ആർക്കും കൊണ്ടുപോകാൻ ആവശ്യമില്ല അതിലേക്ക്. ഐ ഡോണ്ട് ഗിവ് ദാറ്റ് ചാൻസ്. whatever may be the situation, we'll try to face it and we'll handle it very firmly but at the same time in a very പ്രോപ്പർ ആയിട്ട് മാനറിൽ. വലിയൊരു മെസ്സേജാണ് ഈ ഒരു കാലഘട്ടം. എല്ലാവർക്കും ടെൻഷൻ ഉള്ള ഒരു കാലഘട്ടത്തിൽ വലിയൊരു മെസ്സേജാണ് സാർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. Even I tell my children also, why are you so tensed up always? മക്കളുടെ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ കുടുംബത്ത് ഒരു മംഗളകർമ്മം നടക്കാൻ പോവാണെന്ന് പറഞ്ഞു. മകന്റെ കല്യാണം വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു സാർ? കല്യാണ വിശേഷം actually he is getting engaged. My elder son is getting engaged on the 26th of this month വിശാഖപട്ടണത്തിലാണ്. സാറ് 2 ആൺമക്കളാണ്. ഈ കുടുംബത്തിലേക്ക് ഒരു മകൾ കൂടി വരുന്നു. അച്ഛനൊരു മകളെ കൂടിയാണ്. അത് ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് വരുന്ന ബ്രൈഡ് ഈസ് അവർ ഡോട്ടർ ഓൺലി. സാർ ഭാര്യയുടെ കാര്യം കൂടി പറയാം. സരിത മാഡം വളരെ സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. കേരളത്തിൽ വന്ന് മലയാളം നന്നായി തന്നെ മാഡം സംസാരിക്കുന്ന പല ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട്. ഓണത്തിലെ ഏറ്റവും ഇഷ്ടം അത്തപ്പൂക്കളമാണെന്നും പറയുന്നത് കേട്ടു. പുള്ളിക്കാരിക്ക് എന്തുകൊണ്ടാണ് അത്ര ഇഷ്ടം പൂക്കളത്തോട് സ്നേഹം? അവർക്ക് ആക്ച്വലി ഹൗസ് ഡെക്കറേഷനും പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും ഈ വീട്ടിലെ ഷീ മേക്സ് എ വെരി ബ്യൂട്ടിഫുൾ ഡിസൈൻ ഉണ്ടാക്കുന്നതാണ് പൂക്കളായിട്ട്. സപ്പോസ് ജന്മാഷ്ടമി വരുന്നുണ്ട്, കൃഷ്ണനടുത്ത് നല്ല ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഗണേശ ചതുർത്ഥിക്ക് അതിനു വേണ്ടി ഉള്ളത്. നമുക്കിവിടെ വിഷു പോലെ തന്നെ ആന്ധ്രയിലെ വി ഹാവ് ദി മറ്റേ ഉഗാദി പറയും. ഉഗാദിക്ക് വേണ്ടി കൂടെ അഗൈൻ ഷീ മേക്സ് എ വളരെ നന്നായിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ. ഐ തിങ്ക് ഫ്രം ദ ബിഗിനിങ് ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ്. അതിന്റെ ഒരു സാർ ഇവിടെ നോക്കുമ്പോൾ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും നല്ല മീശ,
അല്ല താടി. സാർ എന്താ ഓൾവേസ് ക്ലീൻ ഷേവ്? I was no, I got it removed when I was just joined the training. അതിന് മുതൽ പിന്നെ എനിക്ക് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ വില്ലന്മാരെ പോലെ. സർ അതുപോലെ തന്നെയാണ് ഈ ബാഡ്മിന്റൺ കോർട്ടിൽ ഒരു വലിയൊരു മിന്നും താരമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ആവേശത്തോടെ അത് പറത്തുമ്പോഴും എതിരാളിയെ വീഴ്ത്തുമ്പോഴും ഈ ചിരി ഉണ്ടെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഞാൻ കളിക്കുമായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്തിൽ സ്റ്റോപ്പ് പ്ലേയിങ് ബാഡ്മിന്റൺ. ബട്ട് നേരത്തെ ഞാൻ ഐ വാസ് പ്ലേയിങ് ബാഡ്മിന്റൺ, ടെന്നീസും കൂടെ രണ്ടും. ഞാൻ IPL ഉള്ളപ്പോൾ കൂടെ അവിടെ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ പോലീസ് ടൂർണമെന്റ്സിൽ. ദെൻ ഐ ലൈക്ക് ആക്ച്വലി ഇപ്പോൾ മെയിൻ ഇഷ്ടം ജോഗിങ് ആണ്. ഐ ജോഗ് നൈസ്ലി. വർക്കൗട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോൾ മെയിൻ ഇഷ്ടം ജോഗിങ് ആണ്. മടിയില്ലെങ്കിൽ ജോഗിങ് പോകാൻ ഈ അടുത്ത കാലത്ത് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദി വർക്ക് ലോഡ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ പൊതുവെ ഐ ലവ് ടു ഗോ ടു സ്റ്റേഡിയത്തിൽ ജോഗിങ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ക്രോസ് ട്രെയിനർ രണ്ടും ചെയ്യുന്നതാണ്. ഐ ഡു ഗുഡ് വർക്കൗട്ട്. ഓക്കെ, ഇപ്പം കാർഷിക കുടുംബത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. ഈ IPS എന്നുള്ള മോഹം എവിടെ നിന്നാണ്, എപ്പോഴാണ്, ഏതൊരു പോയിന്റിലാണ് അങ്ങനെ ഒരു തോട്ട് വന്നത്? മൈ ഫാദർ, എൻ്റെ അച്ഛൻ, അദ്ദേഹം ഫോർമർ തന്നെ, ഈസ് ഓൾസോ ഹാവിങ് എ സ്മോൾ ബിസിനസ്സും കൂടെ. ഞാൻ തിരുപ്പത്തിൽ അറൗണ്ട് 8th ക്ലാസ് പഠിക്കുമ്പോൾ, 7th 8th ക്ലാസ് സമയത്തിൽ ഐ എം ദ യംഗസ്റ്റ് ഇൻ ദ ഫാമിലി. ഞാനും അച്ഛനും കൂടെ പോവായിരുന്നു മാർക്കറ്റിലേക്ക്. ഞങ്ങൾ ചെറിയ ഗ്രാമമാണ്. അച്ഛൻ കൂടെ പോവും, അദ്ദേഹം നിങ്ങൾ വാങ്ങിച്ചു തരും, ഞാനത് സഞ്ചാരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതാണ്. യൂസ് ടു ടെൽ ഹിസ് കലീഗ്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കറി പടിയ. അദ്ദേഹം നമ്മുടെ ബന്ധുത്തിന് അദ്ദേഹം പറയാറുണ്ട്, എൻ്റെ മോനാണ്, അവൻ ഇളയാളാണ്, ഏറ്റവും ഇളയതാണ്, നല്ല പഠിക്കും, പിന്നെ IAS IPS ആവും. അച്ഛനക്ക് എങ്ങനെ ആ ദിവ്യദൃഷ്ടി എനിക്ക് അറിയത്തില്ല. പക്ഷെ അതൊരു ഇൻസ്പിറേഷനാണ്. അത് വെച്ചിട്ട് ഞാൻ പിന്നീട് കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ട് കിട്ടുന്നു. അഗ്രികൾച്ചർ തന്നെയാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് അഗ്രികൾച്ചർ തന്നെയാണ്. അഗ്രികൾച്ചർ BSc MS അഗ്രികൾച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഡോക്ടർ ആവാൻ ഒരു ആഗ്രഹം എവിടെയോ? അല്ല, ആക്ച്വലി ഞങ്ങൾ പൊതുവെ ആന്ധ്രാപ്രദേശിലെ എല്ലാവർക്കും എഞ്ചിനീയറും ഡോക്ടർ ആവാനുള്ള താല്പര്യം തന്നെ. ഞാനും എൻട്രൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മെഡിസിൻ മിസ്സായി, 2 മാർക്ക് മെഡിസിൻ മിസ്സായി. പിന്നെ അഗ്രികൾച്ചറിൽ ഓട്ടോമാറ്റിക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അവിടെ. അഗ്രി പഠിച്ചു. അന്ന് 2 മാർക്കിൽ മിസ്സായതുകൊണ്ട് കേരളത്തിന്റെ മികച്ച പോലീസ് സേനയ്ക്ക് ഒരു മികച്ച ഓഫീസറെ കിട്ടിയിരുന്നു. സാർ ചോദിക്കാൻ വരികയായിരുന്നു ബോബി, ശേഷം ഇപ്പോൾ ഈ ഒരു പുതിയ തലമുറ, അവരെ സംബന്ധിച്ച് ഒരുപാട് ചോയ്സുകൾ മുന്നിലുണ്ട്. പക്ഷെ സാറ് പറഞ്ഞു അച്ഛൻ എങ്ങനെയാണെന്ന് ചിന്തിച്ചു, അതുകൊണ്ട് എനിക്കതാകണം എന്നൊരു വലിയൊരു ലക്ഷ്യം വന്നുകൊണ്ട്. അപ്പോൾ പുതിയ തലമുറയോട്, മക്കളോട് അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? അവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സാറിന് അവരെങ്ങനെ ആകണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ? അത് അവരുടെ ഇഷ്ടത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു പാരന്റ് ആണോ? എങ്ങനെയാണ്? ഇന്നലെ എനിക്കൊരു ഒരു ഏകദേശം 1 മാസം മുമ്പ് ഞാൻ ഒരു ഇന്ററാക്ഷനിലെ ഇക്കാര്യം പറഞ്ഞപ്പോലും ഒരു കുട്ടി ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് കൊണ്ട് സ്വന്തമായിട്ട് ഒന്നും ഇല്ല എന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾക്കായിട്ട് യു ഹാവ് ബിക്കം വാട്ട് യുവർ ഫാദർ വാണ്ടഡ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇല്ല എന്നെങ്കിൽ ആക്ച്വലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ആ സമയത്തിൽ എനിക്ക് 7-8ാം ക്ലാസ്സിലെ വാട്ട് ഐ നോ, നന്നായിട്ട് പഠിക്കും ക്ലാസ്സിലെ, എന്തെങ്കിലും ഡീസൻ്റായിട്ട് പഠിക്കുന്നതാണ്. 1-2 റാങ്ക്സിൽ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാവാനും തന്നെ. പക്ഷേ സോൺസോ ആവണപ്പെടുത്ത ഞങ്ങളുടെ ഗ്രാമത്തിൽ ആ സമയത്തിൽ അത്രയധികം ഒരു അവയർനെസ്സും ഇല്ല. പക്ഷേ ടുഡേ ഇന്നും വ്യത്യാസമാണ്. ഈവൻ ടുഡേ ഓൾസോ ഐ വുഡ് ലൈക്ക് ടു മൈ സൺ ടു ബിക്കം IPS ഓഫീസർ, IAS ഓഫീസർ. അവരെ സെമിസ്റ്റർ ആവണം എന്നതിലേക്ക്. പക്ഷെ ഇന്ന് ടുഡേ ഓഫ് കോഴ്സ് വേൾഡ് ഹാസ് ബിക്കം ഓപ്പൺ, ഗ്ലോബലൈസേഷനും പിന്നെ അതിനോടൊപ്പത്തുള്ള ആവൽക്കരണ ശേഷം ഇന്നും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിക്കാണ്. ബട്ട് സ്റ്റിൽ ഇഫ് യു ആസ്ക് മീ ഐ വുഡ് ലൈക്ക് ടു ബിക്കം IPS ഓഫീസർ തന്നെയാണ്. സർവീസിൽ വന്നിട്ട് ഒരുപാട് നാളായില്ലേ, അപ്പോൾ എന്തെങ്കിലും സാറിനെ പേഴ്സണലി വിഷമിപ്പിച്ചതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കേസുകളോ ഉണ്ടായിട്ടുണ്ടോ? വിഷമിപ്പിച്ച കേസുകൾ എന്നാൽ നമുക്ക് പോലീസിങ് എവിടെ ഇത് ചാലഞ്ചാണ്. ഒത്തിരി ഒരു വെറൈറ്റി ജോബിൽ വെറൈറ്റി ഉണ്ടും ചാലഞ്ചുണ്ടും. വിഷമം കണ്ട് കൂടുതലും നമുക്ക് ചില സമയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷയം മാത്രം ഉണ്ടാവും. കറക്റ്റ് കാര്യം ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ മാത്രം വിഷമമുണ്ടാവും. അല്ലെങ്കിൽ ഐ പേഴ്സണലി ഡു നോട്ട് ഹാവ് അങ്ങനെ ഒരു ഫീലിംഗ്. ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏതെങ്കിലും കേസുകളിൽ നമുക്കൊരു സഹാനുഭവം അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ കേസിന്റെ ഭാഗമായിട്ട് തന്നെ ഏതെങ്കിലും സ്പെഷ്യൽ കേസിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കേസ് ഓർത്തെടുക്കാൻ പറ്റുമോ? ചില കേസുകളിൽ എസ്പെഷ്യലി വിമൻ കേസുകളിൽ അവർക്ക് 2 കാര്യങ്ങളാണ്. ഒരെണ്ണം എസ്പെഷ്യലി ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ടുള്ള കേസ് ഞാൻ കണ്ട കേസിൽ one girl committed suicide.
when just got married, വീട്ടിലൊന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. ഷീ കമ്മിറ്റഡ് സൂസൈഡ്. അതിനുശേഷം ഐ ഫെൽറ്റ് വെരി സാഡ്. ഒരു യങ് ഗേൾ പുതിയതായിട്ട് അവിടെ പോയി ഇൻലാസ് വീട്ടിൽ പോയി അവിടെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇപ്പോഴും എനിക്ക് അതിപ്പോൾ തന്നെ ദിസ് ഇസ് ദ പോയിന്റ് വേർ വൈ ഹ്യൂമൻ ബീങ്സ് വൈ കാൺട്ട് വി അഡ്ജസ്റ്റ് ബെറ്റർ, വൈ കാൺട്ട് വി treat. I always tell my wife or my colleagues also, like for the between the wife and husband relation, it is important to understanding and adjustment. I always feel my wife should win and she should feel that I am a good fellow. ചിലപ്പോൾ ഞാൻ ബാഡ് ആണെങ്കിൽ തന്നെ if she feels that എൻ്റെ ഭർത്താവ് തങ്ങമാണെങ്കിൽ she will not have any problem. And that should be the I think the bottom line for any good relation there. When it comes to point of feelings bad or sad about it, when we see certain instances of major violence, like 2013 ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്നെങ്കിൽ എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നേക്ക് അതുകഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ആ വയലൻസ്, സംഭവിച്ച ഡിസ്ട്രക്ഷൻ, അത് you feel sad why we are committing such type of violence പണ്ടതിന് അതെന്നു. And especially some people treat the women badly, speak bad about them. That എനിക്കധികം വിഷമിപ്പിക്കും. എനിക്ക് ചില സമയത്തിൽ I may not be able to speak up there, but I feel sad about that. Why should we speak especially about the women? സാർ, ജീവിതത്തിൽ അതുപോലെ മറക്കാത്ത അനുഭവം പോലെ തന്നെ ക്ഷമിക്കാനുള്ളൊരു മനസ്സും മറന്നു പോകരുത്, ആരും വിട്ടുപോകരുതെന്ന് കരുതി ഓർത്തെടുത്ത് അവരെ ക്ഷണിക്കാനുള്ളൊരു മനസ്സും സാറിനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് സാറിവിടെ ജോയിൻ ചെയ്തപ്പോൾ ഒരാൾ വിട്ടുപോകരുത്, വിട്ടുപോയ പേര് പെട്ടെന്ന് ഓർത്തയോ സാറിനെ ക്ഷണിച്ചില്ലല്ലോ എന്ന് കരുതി അദ്ദേഹത്തെയും വിളിക്കുന്നു. ഒപ്പം നമ്മൾ നേരത്തെ കൂത്തുപറമ്പിലൂടെ കടന്നുപോയി. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സാർ അതിനെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് തുടക്കത്തിൽ വലിയൊരു ചോദ്യമാകുമോ എന്ന് കരുതിയിട്ട് സാർ ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്തി. ഇന്ന് അതേ കഴിഞ്ഞ CPM സർക്കാരിന്റെ കാലത്ത് തന്നെ DGP വരുന്നു. അപ്പോൾ അതൊക്കെ ഒരേ കാലഘട്ടത്തിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നു എന്നാണ്. വർഷങ്ങൾ മാറുന്നു, പക്ഷെ ഒരേ വ്യക്തി പ്രസ്ഥാനം മാറുന്നില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ വിൽ പവർ അതിനെയൊക്കെ വിവാദങ്ങളെ അതിജീവിക്കാനും ഒപ്പം വിമർശകരുടെ ഇടയിൽ തന്നെ തലയുയർത്തി നിൽക്കാനും സാധിച്ചു എന്ന് അടയാളപ്പെടുത്തുന്നു? ഇത് രണ്ടും എങ്ങനെയാണ്? I really do not consider the special ആയിട്ടുള്ള ക്വാളിറ്റി ഒന്നുമല്ല. പക്ഷെ I think simple and I live simple ബേസിക് അതാർക്കുന്നത്. പിന്നെ എനിക്ക് ആരും ദ്രോഹിച്ചിട്ടില്ല. That's what I feel, that whatever എന്നെ സംഭവിച്ചാൽ ഇതിൻ്റെ because I believe in God, ദൈവത്തിൻ്റെ ഒരു വിദ്യ മാത്രമാണ് അതൊക്കെ. And that's why I do not hate anybody. Frankly, I do not hate anybody. ആരോടത്തും എനിക്ക് അങ്ങനെ ഒരു വിരോധവും ഇല്ല. ആരോടത്തും പിന്നെ ആരും എനിക്ക് ദ്രോഹിച്ചിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ദാറ്റ് ഈസ് ഒരു വിധിയാണ്, അതിപ്പോൾ മാത്രം സംഭവിച്ചാൽ. അതല്ല അതിന് I don't think so that അവർ എനിക്ക് വേണ്ടി കരുതി കൂടി ചെയ്യുക എന്നത് ആയിട്ട്. They are all kind to me. God has been kind to me. എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കൂട്ടുകാരെല്ലാവരും അവരുടെ പ്രേയേഴ്സും അവരുടെ നന്മ കൊണ്ടാണ് I reach up to this point. This is what I feel, apart from the blessings of my mother, father, my elders. പേഴ്സണൽ ലൈഫിൽ സാർ എങ്ങനെയാണ്? ദൈവവിശ്വാസിയാണോ? സിനിമ കാണാറുണ്ടോ? സിനിമ I love movie. ഞാനിവിടെ കമ്മീഷണർ പോലീസ് ആയിട്ട് ചെയ്തപ്പോൾ 2007-2009 വെരി ഓഫൻ ഞങ്ങൾ നൈറ്റ് പെട്രോൾ പോകും. ഞാനും എൻ്റെ മിസ്സസും പിന്നെ കുട്ടിക്കൊനി 12 o'clock സമയത്തിൽ എന്നെ ആഫ്റ്റർ ഫിനിഷിങ് ദ second show movie, we go for a night patrol. She accompany me also, but at least 1 or 2 rounds അടിച്ചിട്ട് തന്നെ ഞങ്ങൾ പോകുമായിരുന്നു. Movies, I love movies, I watch. മലയാളമാണോ അതോ സ്വന്തം നാട്ടിലെ? മലയാളം മൂവീസ് തന്നെ ഒത്തിരി മൂവീസ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മലയാളം മൂവി ഏതായിരിക്കും? മണിച്ചിത്ര താഴെ. And secondly, there's another movie called മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ. I mean, those are the initial days when our Harikrishnans were there. There are movies which I watch often there. സാർ, ഈ സിനിമകളിൽ പോലീസ് കഥാപാത്രം അവതരിപ്പിക്കാനും ഒക്കെ കാണാൻ രസമുണ്ട്. പക്ഷെ അതുപോലെ അയാളെ യഥാർത്ഥ ജീവിതത്തിൽ വളരെ മുള്ളുവിരിച്ചൊരവസ്ഥയിലായിരിക്കും. ഡിസിഷൻ മേക്കിംഗ്, സാറ് പറഞ്ഞ നിർണായകമായ യോഗം, ഇന്ററാക്ഷൻസ്, ഹെക്ടിക് ലോഡും സെഷനൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലൈഫിൽ ഈ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പോലീസുകാർ കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? പ്രത്യേകിച്ച് പോലീസ് സേനയിൽ തന്നെ പലർക്കും ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. സാറിന് തന്നെ അറിയാം, നമ്മളന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ അഡ്രസ് ചെയ്തൊരു വിഷയതാണ്. സാറും ഹോം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പോലീസുകാർക്ക് ഇനി അവർക്ക് കുറച്ച് റിലാക്സേഷൻ, അവരുടെ ഈ ടെൻഷൻസ്, അവരുടെ ഇടയിലുള്ള ചില ആശങ്കകൾ അത് മാറ്റാൻ എന്തൊക്കെയാണ് മുന്നിലുള്ള നിർദ്ദേശങ്ങൾ? ഇറ്റ് ഈസ് ആക്ച്വലി ഇപ്പോൾ ഈ അടുത്ത കാലത്തിലെ പോലീസിംഗിൽ പൊതുവായിട്ട് ബിക്കോസ് ഓഫ് ദി ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റും
താല്പര്യങ്ങളും പിന്നെ അവരുടെ ഡിമാൻഡ്സും ആയിക്കോട്ടെ പോലീസിങ് അത് ബിക്കം ചാലഞ്ചിങ് ആണ്, എസ്പെഷ്യലി ലോ ആൻഡ് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് അറസ്റ്റും നോട്ട് അറസ്റ്റും ബെയിലും ജയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ ഒരു ടഫായിട്ട് സിറ്റുവേഷൻ എന്താണ്. ആ സമയത്തിൽ ദാറ്റ് ഈസ് വൺ ഏരിയ വിച്ച് ലോട്ട് ഓഫ് ടൈംസ് ഗീവ്സ് എ സ്ട്രെസ് ഓൾസോ. നമ്മുടെ ജോലിയിലെ സ്ട്രെസ് മെയിനായിട്ട് വരുന്നത് അതാണ്. അപ്പാർട്ട് ഫ്രം ജോലി ഭാരത്തോട് കൂടെ ഒത്തിരി വർക്ക് ലോഡ്. ഒരു സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ കേരള പോലീസിലെ 1990 രജിസ്റ്റർ ചെയ്ത കേസുകൾ 1,00,000 കേസുകളാണ്. ഇപ്പോൾ 5,00,000 കേസുകൾ മുകളിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആൾമോസ്റ്റ് 4.5 times കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പോലീസിൻ്റെ എണ്ണം സെയിം, അത് ആൾമോസ്റ്റ് സെയിം എത്തുന്നത്. ദാറ്റ് മീൻസ് യു കൻ ഇമാജിൻ മൈ കലീഗ്സ് എത്ര അധികം അവർ ജോലി എടുക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ന് ഈ അടുത്ത കാലത്തിൽ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ ഡിജിറ്റൽ റെവല്യൂഷനും എക്സ്പ്ലോഷനും ശേഷം ഇതിൻ്റെ ഒരു ഭാരം കൂടെ ഒത്തിരി ഭാരം കൂടെ പറ്റും. പിന്നെ നമുക്കിപ്പോൾ സർക്കാർ നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന നാർക്കോട്ടിക്സും സൈബർ ക്രൈമും പിന്നെ എസ്പെഷ്യലി സ്ത്രീകളും കുട്ടികളും മുകളിൽ ഉണ്ടാവുന്ന സൈബർ ആക്രമണങ്ങളും ഇതിന് ഇത്രയും കാര്യങ്ങളപ്പോഴത്തേക്ക് പൊതുവായിട്ടുള്ള ദർ ഈസ് എ ഹ്യൂജ് ഇൻക്രീസ് ഇൻ ദ വർക്ക് ലോഡ്. അതോടൊപ്പം തന്നെ ലോ ആൻഡ് ഓർഡറിൻ്റെ വർക്ക് ലോഡും രണ്ടും കൂടിയിട്ടുണ്ട്. അതും ആ സമയത്തിൽ സ്വാഭാവികമാണ് പോലീസ് ഓഫീസർ മുകളിൽ സ്ട്രെസ് വരുന്നത്. ദാറ്റ്സ് വൈ വി ആൾവേസ് സേ ദാറ്റ് നമ്മൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറാണെങ്കിലും തീർച്ചയായിട്ടും വെച്ചിക്കുക. ദാറ്റ്സ് വൈ ഐ പ്രിഫർ എങ്ങനെയാണെങ്കിലും മോർണിംഗ് സമയത്തിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ദേഹത്തെ മുകളിൽ സ്വന്തം വെച്ചിട്ടാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ മെയിൻറ്റെയിനിങ് ദ കുറച്ച് ഇതിനെ. രണ്ടാമത്തത് ഭക്ഷണത്തെ കാര്യത്തിലെ അമിതമായി പോകണ്ട. ഭക്ഷണം കഴിക്കും, പക്ഷേ അമിതമായി കഴിക്കില്ല. ഐ ട്രൈ ടു ബി ലിമിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അഥവാ ഒരു ദിവസം കൂടുതൽ കഴിച്ചാൽ അടുത്ത ദിവസം തീർച്ചയായിട്ടും കുറക്കും. അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ അടുത്ത നേരം കുറച്ച് അത് ബാലൻസ് ചെയ്ത് പോകുന്നതിലേക്ക്. പിന്നെ മറ്റത് ആഗ്രഹങ്ങളാണ്, which is one of the important aspect, like financial distress വരാൻ പാടില്ല നമുക്ക്. That means we should live within our നമ്മുടെ മീൻസ് നമ്മൾ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ തന്നെ. പിന്നെ പിന്നെ റിലേഷൻസും അതിലെ കൂടെ നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ ടോക്സിക് ആയിട്ട് ഇത് പോവാതെ നോക്കുക. ആൻഡ് ഡോണ്ട് അൺനെസസറിലി നേരത്തെ താങ്കൾ ചോദിച്ച പ്രകാരം ഡോണ്ട് ഗോ ഫോർ ഇഫ് സംതിങ് ഹാപ്പൻസ് ഓൾസോ forgive and forget. That itself will relieve you from the stress. That's why I tell my colleagues also, while നമ്മുടെ ജോലി ഭാരം പെട്ടെന്ന് കുറക്കാൻ സാധ്യതയില്ല, കൂടാൻ പോകുന്ന മാത്രമാണ്. ആ സാഹചര്യത്തിൽ ഹൗ ഡു വി മെയിൻറ്റെയിൻ വർക്ക് ലൈഫ് ബാലൻസ് എന്നത് വളരെ ചാലഞ്ചിങ് ആണ്. അവിടെയാണ് കുടുംബത്തിൻ്റെ ഒരു ശ്രദ്ധയും അവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. ഫോർച്ചുനേറ്റ്ലി ഐ ഹാവ്. നമ്മുടെ കേന്ദ്ര തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും സംസ്ഥാനത്തേക്ക് വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഇപ്പോഴത്തെ കാര്യം വരുമ്പോൾ ഇപ്പോഴത്തെ സർക്കാരുമായും മുഖ്യമന്ത്രിയുമായൊക്കെ നല്ല റിലേഷൻഷിപ്പ്, അതിനൊക്കെ സാറിന് ഒരു പ്രധാന സപ്പോർട്ടീവ് ആകുന്ന ഘടകം. അവിടെയും ഇവിടെയും ഒക്കെ ഒരുപോലെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ പലപ്പോഴും ഓഫീസേഴ്സിന് വലിയ സ്ട്രഗിൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ സാറിന് അത്രയും സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് തോന്നില്ല. പ്രധാനമന്ത്രിക്ക് വളരെ ഇഷ്ടമാണ് സാറിനെ. ഇവിടെ വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും ഒക്കെ. അപ്പൊ അതിന്റെ അച്ഛൻ്റെ അമ്മയുടെ ബ്ലെസ്സിംഗ് ആണ് എല്ലാത്തിനും ഒരു മെയിൻ റൂട്ട് എന്ന് പറഞ്ഞു. എന്താണ് സാർ രഹസ്യം? They are great leaders. They are great leaders, and I mean we do our duty and be part of the system and loyal to the constitution, loyal to the people, and work as per the rule. These are two things which will be helpful to us. But I have a great admiration for all these three leaders. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ആയിക്കോട്ടെ, മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ആയിക്കോട്ടെ, ഇൻ ദ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ശ്രീ വി ഡി സതീശൻ സാർ ആയിക്കോട്ടെ. ദേ ആർ ഓൾ ഫാന്റാസ്റ്റിക് ലീഡേഴ്സ് ആൻഡ് ഇറ്റ്സ് എ പ്ലജർ ടു വർക്ക് വിത്ത് ദം. അവരുടെ തന്നെ ജോലി ചെയ്യുക, അവരുടെ കൊണ്ട് പഠിക്കുക, അവരുടെ വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഗ്രേറ്റ് ഐ ഫീൽ ദാറ്റ് റിയൽ ബ്ലെസ്സിങ് ടു മീ ദാറ്റ് ഇത്രയും ഒരു അവസരം എനിക്ക് കിട്ടിയത്. ഐ തിങ്ക് വെരി ഫ്യൂ ഗെറ്റ് എ ചാൻസ് ലൈക്ക് ദാറ്റ്. ഐ ഗോട്ട് ദ ചാൻസ്. ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദി ഗോഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു all these leaders for having given this opportunity. But it's a pleasure to work them. It's wonderful to watch them, their conduct, the way they work, the way they deliver. സാർ നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത് എന്താണ് സാർ? പ്രേക്ഷകരോട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു മെസ്സേജ് ആണെങ്കിലും എന്താണ്? And apart from wishing the great morning to each and everyone, think good, be good, and do good.
എത്ര കാര്യങ്ങൾ ചെയ്താണെങ്കിൽ ബി ഹാപ്പി ഓൾവേസ് വട്ട് എവർ വി ഹാവ് വളരെ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിൽ തരും ഹാപ്പിനെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ബി ഹാപ്പി ഓൾവേസ്. താങ്ക് യു സാർ. ഗോപിക, വലിയൊരു മെസ്സേജാണ് സാർ നമുക്ക് പ്രേക്ഷകർക്ക് തന്നിരിക്കുന്നത്. നല്ലത് ചിന്തിക്കൂ, നല്ലത് പ്രവർത്തിക്കൂ, എങ്കിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. ഏതായാലും സാർ വളരെയധികം നന്ദി. താങ്ക് യു. നമ്മളതിന്റെ പ്രേക്ഷകരോട് ഇത്ര നേരം സംസാരിച്ചതിന് താങ്ക് യു സാർ. താങ്ക് യു.